അപ്പോൾ എല്ലാവർക്കും ട്രേഡ് ലോജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ലീവായിരുന്നു, പിന്നെ ഒരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് 24/1/2024. ഓക്കെ, ഇന്ന് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് മുതലൊരു മാറ്റമുണ്ട് നമ്മുടെ ട്രേഡിങ്ങിൽ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഇത്രയും ക്വാണ്ടിറ്റി, ഞാൻ ഒരു 60 ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിഗിനേഴ്സിന് അത്രയും ക്വാണ്ടിറ്റി, നോർമലി നമ്മളൊരു 1 ലോട്ട് വെച്ചിട്ടല്ലേ ഒരു ബിഗിനേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 60 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 1 ലോട്ടിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യുമ്പം അവർക്ക് അതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു താഴേക്ക് ഒരു ക്യാൻഡിൽ വന്നാലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ലോട്ടിൽ മാത്രം വെച്ചിട്ട് ട്രേഡ് ചെയ്ത് പഠിച്ചിട്ട് പിന്നെ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇനി മുതൽ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഇതെൻ്റെ അക്കൗണ്ടിൽ ഇനി 1 ലോട്ട് എടുത്തിട്ട് മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്കും സുഖമായിരിക്കും എങ്ങനെ അത് കൺട്രോൾ ചെയ്യുക, അതില്ലെങ്കിൽ എങ്ങനെ നമുക്കത് ടാർഗറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് എല്ലാം ഒരു ബിഗിനർ ട്രേഡിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ട്രേഡ് എടുത്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കോൾ ഓപ്ഷനിലാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. 100 പോയിന്റ് എടുത്ത് 100 പോയിന്റ് മുകളിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ 100 പോയിന്റിൽ ട്രെയിലിംഗ് SL വെച്ചിട്ട് ട്രെയിലിംഗ് SL ഹിറ്റ് ആയതാണ്. ഓക്കെ, അതിനുശേഷം നല്ലൊരു ഫോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ ലോജിക്ക് എന്ന് പറയുമ്പം, ഇന്നലെ മാർക്കറ്റിൽ നല്ലൊരു ഫോളായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ ഫോളിന് ആവശ്യമായിട്ടുള്ള റിക്കവറി മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തപ്പോഴും എല്ലാവരുടെ മൈൻഡിൽ എന്താ, ഈ ഒരു അതായത് പ്രീവിയസ് ഡേ ലോൻ്റെ താഴെയാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എക്സ്പെക്ട് ചെയ്യുക എന്താ, മാർക്കറ്റ് ഇന്നലത്തെ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലായിരിക്കും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് മാർക്കറ്റ് എന്താ ചെയ്തത്, മാർക്കറ്റ് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നു. ഈ മാർക്കറ്റ് അപ്പ് മൂവ്മെൻറ്റ് തരുമ്പോഴും എല്ലാ റെസിസ്റ്റൻ്റ് ഏരിയയിലും എല്ലാവരും സെല്ല് ചെയ്തിടും. അതായത് ഇത് താഴേക്ക് പോകുന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും സെല്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ എല്ലാം SL ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇന്ന് ചെറിയ മൂവ്മെൻറ്റ് മുകളിലേക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ്സിലെ നല്ലൊരു റെസിസ്റ്റൻറ്റ് പോയിൻ്റ് ആണ് ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തിയപ്പം ഇത് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ തന്നു. നിങ്ങൾ മാർക്കറ്റിൻ്റെ അതായത് ചാർട്ട് നോക്കി പഠിക്കുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു റെസിസ്റ്റൻറ്റ് പോയിൻറ്റിൻ്റെ താഴെ ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്താ എക്സ്പെക്ട് ചെയ്തത്, എവിടെയാണോ സെല്ലേഴ്സ് ട്രാപ്പ് ആവുന്നത് അവിടെ നമുക്ക് ട്രേഡ് എടുക്കാന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ചെറുതായിട്ടൊരു കൺസോൾട്ടേഷൻ തന്നു, മാർക്കറ്റ് മുകളിലേക്ക് പോയി അതുപോലെ തന്നെ നല്ലൊരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഹാമർ ക്യാൻഡിൽ താഴേക്ക് തന്നു. താഴേക്ക് ഒരു റെഡ് ക്യാൻഡിലാണ് തന്നിട്ടുള്ളത്. എന്നിട്ടും മാർക്കറ്റ് ഇവിടുന്ന് ട്രേഡ് എടുത്ത ആൾക്കാരെ SL എല്ലാം ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് മൂവ്മെൻറ്റ് തന്നത്. ഈ മാർക്കറ്റിന് താഴെ പോകണമെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് തന്നെ മാർക്കറ്റിന് താഴെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ എന്താ, ബയേഴ്സാണ് കൂടുതലും ഉള്ളത് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഇവിടെയും കൂടെ ട്രാപ്പായി. അപ്പോൾ ഈ ലോൺ കൂടെ കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് വന്നപ്പോൾ അവിടെ എന്തായാലും സെല്ലേഴ്സ് ട്രാപ്പായി. ഇവിടുന്ന് ഇതിൻ്റെ താഴേക്ക് വന്നപ്പോൾ സെല്ലേഴ്സ് ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ SL ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ
ഈ ഒരു SL കൂടെ ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് കുറച്ചുകൂടി മുകളിലേക്ക് പോകുന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡിലിൽ ഇവിടെ ലോ കട്ട് ചെയ്തു താഴേക്ക് വന്നു, ഈ ലോ ഇവിടെ ട്രാപ്പ് ചെയ്തു, ഈ ഒരു ക്യാൻഡിൽ മുകളിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ട്രേഡ് എടുത്തത്. ആ ട്രേഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ടാർഗറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ലോജിക്. അത് ഇനി പ്രീമിയം ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ, പ്രീമിയം ചാർട്ടിൽ നോക്കുമ്പം ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത്. ഈ ഒരു പോയിന്റിൽ അതായത് 380 ലെവലിൽ ഞാൻ എൻട്രി എടുത്തു. 360 വെറും 20 പോയിന്റ് മാത്രം ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുള്ളൂ. അതായത് ഒരു 1 ലോട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 1 ലോട്ടിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ വെറും 20 പോയിന്റും 100 പോയിന്റ് എൻ്റെ ടാർഗറ്റും. ഓക്കെ, 1:5 ആണ് എൻ്റെ ടാർഗറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.